കോംപ്ലക്സ് നിറഞ്ഞ ദൈവത്തിന് വരെ സൃഷ്ടാവിൻ്റെ ആവശ്യമില്ലെങ്കിൽ തീരെ തന്നെ കോംപ്ലക്സ് ഇല്ലാത്ത പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടാവണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? വ്യക്തമായി പറഞ്ഞാൽ കോംപ്ലക്സ് ഉള്ള അഥവാ ബുദ്ധിമുട്ടുള്ള സങ്കീർണതകൾ നിറഞ്ഞ ദൈവത്തിനു വരെ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ലെങ്കിൽ ദൈവത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ തീരെ തന്നെ സങ്കീർണതകളില്ലാത്ത പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടാവണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? സത്യത്തിൽ ഇതൊരു ചോദ്യമല്ല, അഥവാ ഒരു കൃത്യമായ ചോദ്യമല്ലെന്നർത്ഥം. പിന്നെ ഒരു പൊട്ടീസാക്കലാണ്, ഒരു കളിപ്പിക്കലാണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശ്യം. നമ്മൾ ഈ കുട്ടികളോടൊക്കെ ചോദിക്കുമല്ലോ, 1000 ആണോ 900 ആണോ വലുതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും 900 ആണ്, കാരണം തൊള്ള നിറച്ചുണ്ടല്ലോ എന്ന് പറയും. ഈ രൂപത്തിലുള്ള ഒരു പറ്റിക്കൽസ് പരിപാടിയാണ് ഈ ചോദ്യത്തിലുള്ളത്. വിഷയത്തെ പർവ്വതീകരിച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ധ്വനിയുള്ള ചോദ്യം. കോംപ്ലക്സ് ഉള്ള സങ്കീർണതകൾ നിറഞ്ഞ ദൈവത്തിനു വരെ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ലെങ്കിൽ തീരെ തന്നെ സങ്കീർണതകളില്ലാത്ത പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടാവണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? ഇവിടെ ദൈവത്തിലുള്ള സങ്കീർണതയും പ്രപഞ്ചത്തിലുള്ള സങ്കീർണതയില്ലായ്മയും വ്യക്തമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തൊക്കെയാണ് ദൈവത്തിലുള്ള സങ്കീർണതകൾ? ജഗന്തിയന്താവായ അസ്പൃശ്യനായ ആരാധ്യനായ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണെന്നതിൽ തുടങ്ങി അവന് മുകളിൽ ഒരു സൃഷ്ടാവുണ്ടാവാൻ പാടില്ല എന്നതുകൂടി ചേരുമ്പോഴാണ് അവനിലുള്ള സങ്കീർണത പൂർണ്ണമാകുന്നത്. അത്രമേൽ സങ്കീർണമാകുമ്പോൾ മാത്രമാണ് ഉണ്ടാക്കിയവനില്ലാതെ ഉള്ളവനായി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതയില്ലായ്മകൾ എന്തൊക്കെയാണ്? താത്കാലികമായ നശിക്കുമെന്നുറപ്പുള്ള ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റാത്ത സ്വയം നിലനിൽക്കാത്തതാണെന്നതിൽ തുടങ്ങി അവകൾക്ക് മുകളിലെല്ലാം ഒരു സൃഷ്ടാവുണ്ടായേ തീരൂ എന്നതുകൂടി ചേരുമ്പോഴാണ് അവയുടെ സങ്കീർണതയില്ലായ്മ പൂർണ്ണമാകുന്നത്. അത്രമേൽ സങ്കീർണമല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാക്കിയവനുണ്ടായേ തീരൂ എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ടാകയാൽ കോംപ്ലക്സ് ഉള്ള സങ്കീർണതകൾ നിറഞ്ഞ ദൈവത്തിന് വരെ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ലെങ്കിൽ എന്നല്ല, ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തീരെ തന്നെ സങ്കീർണതകളില്ലാത്ത പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടാവണമെന്ന് വാശി പിടിക്കുകയല്ല, സൃഷ്ടാവുണ്ടായേ തീരൂ എന്നുള്ളതാണ്.